ചെയ്താണ്. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ ഒരു ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം പോലും കിട്ടാതെ ജനങ്ങളുടെ സ്വകാര്യ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ സർക്കാരിൻ്റെ മുദ്രയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിയമവിരുദ്ധമായി മഞ്ഞക്കുറ്റികൾ ഇടുകയാണ് സർക്കാർ ചെയ്തത്. നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തത് സർക്കാരാണ്. സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശവും കൊടുത്ത് രാജാക്കന്മാരായി സൃഷ്ടിച്ചല്ല നമ്മൾ വിടുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ടാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമം വഴി സ്ഥാപിതമായ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികളായിട്ടാണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ടാണ്. അവർ നിയമവിരുദ്ധമായി അവർക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മേളിൽ ഇതുപോലെ കടന്നുകയറ്റം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്നു, പഠനം നടത്തി, ഇത് മനസ്സിലാക്കി, ജനവികാരവും ഇതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളും മനസ്സിലാക്കി ഈ തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. പെട്ടെന്ന് എടുത്തു എന്നുള്ളതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ അധികാരത്തിൽ വരുമ്പോഴാണ് ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനും അതിലൊരു ജാഗ്രത വേണം. പ്രതിപക്ഷത്തിരുന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ ഭരണപക്ഷത്തിരുന്ന് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ ജനങ്ങൾക്കെതിരെ എടുത്ത കേസുകളെല്ലാം പിൻവലിക്കണം. കാരണം അവർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തില്ല, അവരുടെ മുകളിൽ കുതിര കയറുകയാണ് ചെയ്തത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സർക്കാരിൻ്റെ ലേബലിൽ പ്രവർത്തിച്ചവരാരായാലും അവർക്കെതിരെ കേസെടുക്കുകയും കൂടിയാണ് ഈ സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, അത് മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനും വരാനുള്ള സർക്കാരുകൾക്കും അതൊരു ഡെറ്ററൻ്റായി നിലനിൽക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. പിണറായി വിജയനും വീണ ജോർജും 2024 മലിനീകരണ പ്ലാന്റ് അടച്ചുപൂട്ടപ്പെട്ടതിനു ശേഷവും കടപ്ര തട്ടക്കാട്, കുമ്പനാട്, കോയിപ്രം പഞ്ചായത്തിലെ മലിനീകരണ ബാധിതരായ ജനങ്ങളെ ആവർത്തിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ വിട്ടിരിക്കുകയാണ്. തങ്ങളുടെ മക്കളുടെ ശ്വസിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കാൻ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സ്വന്തം ശരീരം തന്നെ പണയപ്പെടുത്തി തെരുവിലിറങ്ങേണ്ടി വരുമ്പോൾ നിയമം അവർക്ക് സംരക്ഷണം നൽകുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ വേട്ടയാടുകയല്ല. അവർ പോരാടിയ ലക്ഷ്യം നിയമപരമായി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി കോടതികളിൽ നിന്നുള്ള അവരുടെ പൂർണ്ണമായ മോചനമാണ് ഉണ്ടാകേണ്ടത്. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് ജീവിക്കണം. When ordinary families must put their bodies on the line to defend their children's right to breathe, they should be protected by the law, not persecuted by it. The legal vindication of their cause must now be matched by their judicial liberation. Hear them say, "We need to live."